Hi friends, welcome back. നമ്മൾ ഇംഗ്ലീഷിൽ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേംസ് ആണ് can I, could I and may I. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് can I ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് could I and may I ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ഈ ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസും ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇവ ഉപയോഗിക്കേണ്ടതെന്നതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നതാണ്. സോ പ്ലീസ് കീപ് വാച്ചിങ് ദിസ് വീഡിയോ. ഏറ്റവും ആദ്യം നമ്മൾ can I എന്ന ടേം എടുക്കുകയാണ്. can I എന്ന് പെർമിഷൻ ചോദിക്കേണ്ടത് എപ്പോഴാണ്? can I എന്ന് ചോദിക്കേണ്ടത് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയ ഒരു സിറ്റുവേഷനിൽ വളരെ കാഷ്വലായിട്ട് വളരെ ഇൻഫോർമലായിട്ട് പെർമിഷൻ ചോദിക്കുന്ന ഒരു രീതിയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട്, കസിൻസിനോട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് വളരെ അടുപ്പമുള്ള ആൾക്കാരോടൊക്കെ നമ്മളിങ്ങനെ പെർമിഷൻ ചോദിക്കുമ്പോൾ can I എന്ന ടേം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു പെൻ എടുത്തോട്ടെ, can I take this pen? നിൻ്റെ ക്യാമറ എനിക്ക് കുറച്ച് ദിവസത്തേന് കടം തരുമോ? can I borrow your camera? അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് ഇപ്പോൾ വന്നോട്ടെ, can I come there? ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനടുത്തോ വളരെ കാഷ്വലായിട്ട് പെർമിഷൻ ചോദിക്കുമ്പോഴാണ് can I എന്ന ടേം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സോ can I എന്ന് ചോദിക്കേണ്ടത് വളരെ ഇൻഫോർമലായ ഒരു കാഷ്വൽ സിറ്റുവേഷനിലാണ്. അടുത്തതായിട്ട് could I എന്ന ടേം നോക്കാം. can I എന്ന ടേമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ could I എന്ന് പറയുന്നത് കുറച്ചുകൂടി റെസ്പെക്റ്റോട് കൂടി പെർമിഷൻ ചോദിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ വളരെ ഫോർമലായൊരു ശൈലിയല്ല, തീരെ കാഷ്വൽ അല്ല, ഒരു സെമി ഫോർമൽ ഫോർമാറ്റ്. ഉദാഹരണത്തിന് നിങ്ങൾ മുമ്പ് പരിചയമില്ലാത്ത ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പെർമിഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് could I എന്ന ടേം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട്, ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റലിൽ പോയാലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോയാലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പെർമിഷൻ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് could I എന്ന ടേം യൂസ് ചെയ്യാം. നിങ്ങളൊരു ഓഫീസിൽ പോയിട്ട് അവിടുത്തെ മാനേജറിൻ്റെ നമ്പർ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം could I get your manager's contact number? അതല്ലെങ്കിൽ നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുറച്ച് വെള്ളം ആവശ്യപ്പെടുകയാണ്. അവിടെ നിങ്ങൾക്ക് can I എന്ന് ചോദിക്കാം, പക്ഷേ could I എന്ന് ചോദിക്കുന്നതാണ് കൂടുതൽ ഉചിതം. അത് കുറച്ച് പൊളൈറ്റായ ഒരു രീതിയാണ്. യു ക്യാൻ ആസ്ക് could I have some water? അതല്ലെങ്കിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പേഷ്യൻറ്റിനെ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ റിസപ്ഷനിൽ പോയി ചോദിക്കുകയാണ് റൂം നമ്പർ 105 എവിടെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം could I know where is room number 105? അവിടെ നിങ്ങൾക്ക് can I എന്ന വേർഡ് യൂസ് ചെയ്യാം, പക്ഷേ could I എന്ന് ചേർക്കുന്നതാണ് കൂടുതൽ ഉചിതം. അതാണ് ഇംഗ്ലീഷിലൊരു രീതി. ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ് ഫോർ പൊളൈറ്റ് പീപ്പിൾ. അപ്പോൾ നിങ്ങൾ എന്നും സോഷ്യൽ സർക്കിളിൽ ഉണ്ടാകുമ്പോൾ, സോഷ്യൽ സറൗണ്ടിങ്ങിൽ ഉണ്ടാകുമ്പോൾ could I എന്ന് പെർമിഷൻ ചോദിക്കാം. ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകുമ്പോൾ can I എന്ന ടേം യൂസ് ചെയ്യാം. അവസാനമായിട്ട് നമ്മൾ നോക്കുന്ന ടേമാണ് may I. may I എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പെർമിഷൻ ചോദിക്കുന്നതിൻ്റെ ഏറ്റവും ഫോർമലായ ഒരു രൂപമാണ്. വളരെ റെസ്പെക്റ്റോട് കൂടി വളരെ പൊളൈറ്റായിട്ട് പെർമിഷൻ ചോദിക്കുന്ന ഒരു രീതി. ഉദാഹരണത്തിന് നിങ്ങളുടെ ടീച്ചേഴ്സിനടുത്ത്, എൽഡറായ ആൾക്കാരുടെ അടുത്ത്, അതല്ലെങ്കിൽ വർക്കിൽ നിങ്ങളുടെ സുപ്പീരിയറായ ആൾക്കാരുടെ അടുത്ത്, നിങ്ങളുടെ മാനേജറിൻ്റെ അടുത്ത്, നിങ്ങളുടെ ബോസിനടുത്ത്, അതല്ലെങ്കിൽ സോഷ്യൽ സറൗണ്ടിങ്ങിൽ വളരെ റെസ്പെക്റ്റഡ് ആയ ആൾക്കാരുടെ അടുത്തൊക്കെ എന്തെങ്കിലും പെർമിഷൻ ചോദിക്കേണ്ട സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്തരത്തിൽ may I എന്ന ടേമാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പൊയ്ക്കോട്ടെ, may I leave now? അതല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിൻ്റെ അടുത്ത് അസൈൻമെൻറ്റ് ഞാൻ നാളെ സബ്മിറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് may I submit my assignment tomorrow? ഇങ്ങനെ വളരെ റെസ്പെക്റ്റോട് കൂടി ഒരു പെർമിഷൻ ചോദിക്കേണ്ട സിറ്റുവേഷനിലൊക്കെ may I എന്ന ടേമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സോ സിംപ്ലി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ can I എന്ന് പറയുന്നത് വളരെ കാഷ്വലായിട്ട് ഫ്രണ്ട്സിനടുത്തൊക്കെ പെർമിഷൻ ചോദിക്കുന്ന ഒരു രൂപമാണ്. could I എന്ന് പറയുമ്പോൾ സോഷ്യൽ സിറ്റുവേഷനിലൊക്കെ കുറച്ച് പൊളൈറ്റായിട്ട് മര്യാദയോട് കൂടി പെർമിഷൻ ചോദിക്കുന്ന ഒരു രൂപമാണ്. അതുപോലെ തന്നെ may I എന്ന് പറയുന്നത് പെർമിഷൻ ചോദിക്കുന്നതിൻ്റെ ഏറ്റവും ബഹുമാനത്തോടു കൂടിയുള്ള ഒരു രൂപമാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഇപ്പോൾ നിങ്ങൾക്ക് can I, could I ആൻഡ് may I ഇവ തമ്മിലുള്ള വ്യത്യാസവും എങ്ങനെയാണ് ഇത് അതിൻ്റെ എക്സാക്റ്റ് സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ ദി വേ, ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡ്രോപ്പ് യുവർ ഫീഡ്ബാക്ക് ഇൻ കമൻറ്റ്സ്. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. So thank you so much for watching this video. See you next time. Have a nice day.